ഈ സോഷ്യൽ മീഡിയയിൽ വളരെ സന്തോഷം നൽകുന്നൊരു വാർത്ത കിട്ടും. സത്യം പറഞ്ഞാൽ ഏതൊരു മലയാളിയാണെങ്കിലും അവർ ഇന്ത്യക്കാരനാണെങ്കിൽ അവനൊരു സന്തോഷം നൽകുന്ന വാർത്തയാണത്. അതായത് തിരുവനന്തപുരത്ത് നടക്കുന്ന പൊങ്കാല മഹോത്സവത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പാളയം ഇമാമിൻ്റെ ഒരു ആഹ്വാനം, അതായത് മുസ്ലിം സഹോദരങ്ങളോട് അദ്ദേഹം പറയുണ്ടായി. കാരണം അവർ നമ്മുടെ സഹോദരങ്ങളാണ്, അവർക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം, വെള്ളവും ഭക്ഷണവും അവർക്ക് വിശ്രമിക്കാൻ നമ്മുടെ മസ്ജിദുകൾ തുറന്നു കൊടുക്കണം എന്ന് പാളയം ഇമാം തിരുവനന്തപുരത്തെ മുസ്ലിം സഹോദരങ്ങളോട് പറയുന്നു. എത്ര മനോഹരമായ വാർത്തയാണില്ലേ ഇത്! ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട് ഇത്രയും വളരെ മനോഹരമാണ്. മറ്റുള്ള രാജ്യക്കാർ, മറ്റുള്ള വിദേശികൾക്ക് പോലും അഭിമാനിക്കാവുന്ന നമ്മുടെ ഇന്ത്യ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വളരെ സഹോദര സ്നേഹത്തോടു കൂടി അന്യോന്യം പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും നമ്മൾക്കോട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്തും വളരെയേറെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു രാജ്യം നമ്മുടെ ഇന്ത്യ മാത്രമായിരിക്കും. ചില പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തിലും ഉണ്ടാവും, എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവും. അതെല്ലാം ഒഴിവാക്കിയാൽ നമ്മളുടെ രാജ്യം എത്ര മനോഹരമാണ്. അതാണ് ഇന്ന് കേട്ട വാർത്തയുടെ വളരെയേറെ സന്തോഷം തോന്നിക്കുന്നൊരു വാർത്ത. ഏതായാലും ആ പാളയം ഇമാമിന് വളരെയേറെ, അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അഭിനന്ദിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള ആളുകളായിരിക്കണം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാടിനും വേണ്ടത്. അപ്പോൾ അവരെ നമ്മളെന്നും ആദരിക്കണം, ബഹുമാനിക്കണം. നമ്മുടെ സഹോദരങ്ങളെല്ലാവരും, ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും, നമ്മൾ പരസ്പരം സ്നേഹിച്ച് നമ്മൾ അവരെ സ്നേഹിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്ത് ജാതിയോ മതവും നോക്കാതെ ചെയ്യാനുള്ള ഇത് പ്രകടിപ്പിച്ച ആ വലിയൊരു മനസ്സിന് അഭിനന്ദനം അർപ്പിക്കുകയാണ്. കാരണം തിരുവനന്തപുരം പൊങ്കാല സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. കാരണം തിരക്കെന്ന് പറഞ്ഞാൽ, കാരണം ഇപ്പം ചൂടും നോമ്പ് മാസം കൂടിയാണ്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിന് ആഹ്വാനം ചെയ്യുന്നത്. കാരണം ചൂടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര ചൂടാണ്, ഭയങ്കര തിരക്കുള്ള സിറ്റിയാണ്. ആ തിരക്കിൽ കൂടി എല്ലാവരും അമ്പലങ്ങളിലും ഒതുങ്ങാൻ പറ്റാത്ത അത്രയും തിരക്കായിരിക്കും. റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് അവർ പൊങ്കാലയ്ക്കുള്ള പ്രസാദം ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ആ ഒരു വലിയൊരു മനസ്സിനെ അഭിനന്ദിക്കുന്നു. എന്നും നമ്മുടെ രാജ്യം, നമ്മുടെ നാട്, നമ്മുടെ കേരളം ഇങ്ങനെ വളരെയേറെ സൗഹാർദ്ദത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.